മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെട്ട് ആത്മസംതൃപ്തി അടയുന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. അവരുടെ ബ്രെയിനിൻ്റെ റിവാർഡ് സെൻറ്റർ ആക്ടിവേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അവരുടെ ബ്രെയിനിൻ്റെ പ്ലഷർ സെൻറ്റർ അപ്പോഴാണ് ആക്റ്റീവ് ആവുന്നത്. നമ്മൾ ഒരാൾക്ക് ഒരു ഭക്ഷണം കൊടുക്കുമ്പോൾ, ഒരാൾക്ക് ഒരു സദ്യ കൊടുക്കുമ്പോഴൊക്കെ നമ്മുടെ ബ്രെയിനിൻ്റെ ഈ റിവാർഡ് സെൻറ്റർ ആക്റ്റീവ് ആകാറുണ്ട്. അപ്പം ഡോപ്പമൈൻ, ഓക്സിറ്റോസിൻ, നമ്മുടെ ഈ പ്ലഷർ ഹോർമോൺസാണ് അവിടെ റിലീസ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ജീവിതത്തിൽ സന്തോഷം വരണമെന്നുണ്ടെങ്കിൽ, നമ്മുടെ ഈ ബ്രെയിനിൻ്റെ റിവാർഡ് സിസ്റ്റം ആക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ, നമ്മൾ മറ്റുള്ളവരുടെ വെൽബീയിങ്ങിൽ നമ്മൾ ഇൻവോൾവ് ആകുമ്പോഴും നമ്മുടെ ബോഡിയിൽ ഈ ന്യൂറോ ഹോർമോൺസ് വരും. അപ്പം നമ്മുടെ സ്വാർത്ഥ കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കുന്നതിന് പകരം വേറൊരാളുടെ ബോഡിയിൽ വേറൊരാളുടെ കാര്യങ്ങളിലേക്ക് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മുടെ ബോഡിയിൽ ഈ റിവാർഡ് സിസ്റ്റം ആക്റ്റീവ് ആവും. അപ്പോൾ റിലീസ് ചെയ്യുന്ന ഡോപ്പമൈനും ഓക്സിറ്റോസിനും നമ്മുടെ ഈ സെക്സ് ഹോർമോൺ പോലെ തന്നെ, സെക്സിൽ ഇൻവോൾവ് ചെയ്യുന്ന ന്യൂറോ ഹോർമോൺ തന്നെ ആക്റ്റീവ് ആവും. അതുകൊണ്ടാണ് ചിലർ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നല്ല കാര്യങ്ങൾ ചെയ്ത് അവർ ആ സന്തോഷം നേടുന്നത്. അവരുടെ ബ്രെയിനിൻ്റെ റിവാർഡ് സിസ്റ്റവും ആക്ടിവേറ്റഡ് ആകുമ്പോൾ അവർക്ക് ഇങ്ങനെയുള്ള ന്യൂറോ ഹോർമോൺസ് വരികയും അവരുടെ മൈൻഡിന് പ്ലഷറബിൾ ഹോർമോൺ റിലീസ് കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് സ്വാർത്ഥ കാര്യങ്ങളെക്കാളും അവനവൻ്റെ കാര്യങ്ങൾ നോക്കുന്നതിനേക്കാളും മറ്റൊരാളുടെ കാര്യങ്ങളിലേക്ക് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മുടെ ബ്രെയിനിൻ്റെ റിവാർഡ് സിസ്റ്റം ആക്ടിവേറ്റ് ചെയ്യുകയും നമുക്ക് ഈ പ്ലഷറബിൾ ഹോർമോൺ റിലീസ് ചെയ്യുകയും നമുക്ക് സന്തോഷം ലഭിക്കുകയും ചെയ്യും.